സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ദിലീപിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സാ വാച അറിയാതെ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ പേര് വന്നപ്പോഴും അറസ്റ്റിലായപ്പോഴുമെല്ലാം അദ്ദേഹം പ്രതികരിച്ചത്. സത്യങ്ങൾ പുറത്തു വന്നിരുന്ന ഒരു ദിനത്തിനായി കാത്തിരിക്കുകയാണ് ഞാനെന്ന് അദ്ദേഹം അഭിമുഖങ്ങളെല്ലാം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അറസ്റ്റും ജയിൽവാസവുമെല്ലാം സിനിമയിൽ മാത്രം കണ്ടു മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 8.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലായി ആ വിധി പറയുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. ദിലീപ് കോടതിയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. തനിക്ക് അനുകൂലമായിരിക്കും വിധി എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം അന്ന് അടുത്ത വ്യക്തങ്ങളിൽ വ്യക്തമായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കൊച്ചിയിലായിരുന്നു. പുതിയ സിനിമയായ ബബ്ബബ്ബയുടെ അവസാനഘട്ട ജോലികളായിരുന്നു അദ്ദേഹം. ഡിസംബർ 18 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച വൈകിയും അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഡബ്ബിംഗൊക്കെ പൂർത്തിയാക്കിയാണ് മടങ്ങിയത്. തനിക്കെതിരെ ശിക്ഷയുണ്ടാവില്ലെന്ന പ്രതീക്ഷ അദ്ദേഹം സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത്. പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നായിരുന്നു ദിലീപ് വാദിച്ചത്. വ്യക്തിവിരോധനം തീർക്കാനായി തന്നെ കുടുക്കിയതാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ അധികം പ്രതികരിക്കാനാവില്ല. എല്ലാം തുറന്നു പറയാനാവുന്ന ഒരു ദിവസം വരും എന്ന പ്രതീക്ഷ തുടക്കം മുതലേ ദിലീപ് പ്രകടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ദിലീപ് ഇതേക്കുറിച്ച് പറഞ്ഞ സന്ദേശം അയച്ചിരുന്നു. സംഭവവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലാണ് നേരിടുന്നത്. കുടുംബാംഗങ്ങളും അസ്വസ്ഥതയിലാണെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം ഇതേ കാര്യം ദിലീപ് ആവർത്തിച്ചിരുന്നു. എന്നാൽ പൾസർ സുനി വെളിപ്പെടുത്തിയ ആദ്യ പേര് ദിലീപിൻ്റെതായിരുന്നു. കാവ്യമാധവനുമായുള്ള ബന്ധം ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞിരുന്നു. ആ വിരോധമാണെന്നാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.